നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേഷ്യൽ വീഡിയോ ആണ്. നമ്മൾ പലരും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് ഒരു മണിക്കൂറൊക്കെ ചെലവഴിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു ഫേഷ്യലാണ്. പക്ഷെ നമുക്ക് വീട്ടിലത് വെറും 15 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇന്നലെയാണ് ആ ഫേഷ്യൽ ചെയ്തത്. ഇന്നും മുഖത്ത് ആ ഒരു ഗ്ലോവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മുഖത്തിന്റെ ഗ്ലോ കൂട്ടാനും അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഫേഷ്യലാണ്. മാത്രമല്ല ഫേഷ്യൽ ഹെയറിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന, അതുപോലെ തന്നെ പാടുകളൊക്കെ തടയാൻ സഹായിക്കുന്ന ഒരു ഫേഷ്യൽ കൂടിയാണിത്. അപ്പൊ ഈ ഒരു ഫേഷ്യൽ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യേണ്ടത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോഴും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജസ് ആയ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഫേഷ്യലിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പപ്പായ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പപ്പായ അലർജിയൊക്കെ ഉണ്ടാക്കുന്നുവെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ പപ്പായ നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഫേഷ്യലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. പപ്പായ കഴിക്കുന്നതും നല്ലതാണ്. സ്കിൻ വൈറ്റനിങ് ഫ്രൂട്ടാണ് പപ്പായ. നമ്മുടെ ഫേഷ്യലിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ക്ലെൻസർ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ഈ ഒരു ഫേഷ്യൽ ക്ലെൻസർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ക്ലെൻസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഈ ഒരു പപ്പായയുടെ പൾപ്പ് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തിളപ്പിക്കാത്ത പാലാണ്. അതും ഒരു ടേബിൾ സ്പൂൺ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി പാലില്ലെങ്കിൽ പാൽപ്പൊടി എടുത്താലും കുഴപ്പമില്ല. പിന്നെ ഈ പാൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലെൻസർ. അപ്പോൾ നമ്മുടെ ക്ലെൻസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കോട്ടൺ പാഡ് യൂസ് ചെയ്തിട്ട് ഫുൾ ഫേസ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ക്ലെൻസ് ചെയ്യാൻ പോവാണ്. ഫേസും അതുപോലെ തന്നെ നമ്മുടെ നെക്കും. ക്ലെൻസിങ് സ്റ്റെപ്പ് കഴിഞ്ഞു. നമുക്ക് ഒന്നുകിൽ ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് തുടച്ചു മാറ്റാം, അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാം. അപ്പൊ ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്ക്രബ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്ക്രബ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. നമ്മൾ സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ പപ്പായയുടെ പൾപ്പ് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ പൊടിക്കാറില്ലേ, ആ ഒരു അരിപ്പൊടി. പിന്നെ അരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര എടുക്കാം. ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ അതെടുക്കുക. അപ്പോൾ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ സ്ക്രബ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്ക്രബ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വളരെ പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബിങ് ഏകദേശം നമുക്ക് 1 മുതൽ 2 മിനിറ്റ് വരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും വളരെ പതുക്കെ മാത്രം സ്ക്രബ് ചെയ്യുക. അതും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചെയ്യണം. മുഖത്തിലും അതുപോലെ തന്നെ കഴുത്തിലും നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. കാരണം കഴുത്തിലും ഉണ്ടാവും ഡെഡ് സെൽസ്. പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കൂടുതലായിട്ട് കാണുന്നത്, അവിടെ കുറച്ചുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞു. ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം. ഞാനിപ്പോൾ ഫേസ് കഴുകി ജസ്റ്റ് ഒന്ന് പാറ്റ് ഡ്രൈ ചെയ്തു. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന്റെ ഗ്ലോ കൂട്ടാനും അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടാൻ സഹായിക്കുന്ന ഒരു സ്റ്റെപ്പാണ് മസാജിങ് സ്റ്റെപ്പ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാജിങ് ക്രീം ഉണ്ടാക്കണം. അപ്പൊ ആ ഒരു ക്രീം ഉണ്ടാക്കേണ്ട എങ്ങനെയെന്ന് നോക്കാം. മസാജിങ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ പപ്പായയുടെ പൾപ്പാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാവിൻ്റെ അലോവേര ജെല്ലാണ്. അത് കളറില്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള അലോവേര ജെല്ലാണ്. അപ്പോൾ അതും ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ മസാജിങ് ക്രീം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു ക്രീം പരുവത്തിലായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അലോവേര ജെൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് നമുക്ക് ഫേസിൽ മസാജ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മസാജിങ് ക്രീം യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം.
മസാജ് ചെയ്യുമ്പോൾ മുഖത്ത് മാത്രമല്ല കഴുത്തിലും കൂടെ മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എപ്പോഴും പുറത്തേക്ക് വരുന്ന വിധത്തിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മുടെ ഫേസിൻ്റെ ഗ്ലോ കൂട്ടാനും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സഹായിക്കുന്ന ഒരു സ്റ്റെപ്പാണ്. മസാജിങ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ഫേസ് കഴുകിയിട്ട് വരാം. മസാജിങ് കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ ഉണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാന്ന് നോക്കാം. ഞാൻ ബാക്കി വന്ന പപ്പായയുടെ പൾപ്പ് മുഴുവനായിട്ട് എടുക്കുകയാണ് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അതിൽ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടിയാണ്. പിന്നെ ഞാൻ ഫേസ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ തിളപ്പിക്കാത്ത പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുൾട്ടാണി മിട്ടിക്ക് പകരമായിട്ട് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽ ചേർക്കണം നിർബന്ധമില്ല. സ്കിന്ന് നല്ലോണം ഡ്രൈ ആണെങ്കിൽ പാലും തേനും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തൈര് ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ട് പപ്പായയുടെ പൾപ്പും മുൾട്ടാണി മിട്ടി മാത്രമായിട്ടും ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ നന്നായിട്ട് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു കംപ്ലീറ്റ് ഫേഷ്യൽ നമ്മൾ ഡെയിലി ഒന്നും ചെയ്യാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ നമുക്ക് ഈ ഒരു ഫുൾ ഫേഷ്യലായിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫേസ് പാക്ക് മാത്രമായിട്ട് നമുക്ക് ആഴ്ചയിൽ 2 or 3 തവണ യൂസ് ചെയ്യാം, അതിന് കുഴപ്പമില്ല. പക്ഷേ ഫേഷ്യൽ ഫുള്ളായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്കിത് ഡ്രൈ ആവാൻ വെക്കാം. ഒരുപാട് ഡ്രൈ ആവുന്നവരൊന്നും വെക്കണ്ട, വലിയുന്ന പോലെയൊന്നും വെക്കണ്ട. ജസ്റ്റ് ഒന്ന് സെമി ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കഴുകിക്കളയാം. ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയുന്ന പോലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേനും ഡ്രൈ ആവും. ഇനി അതിന് മുന്നേ ഒരു 5 മിനിറ്റിലൊക്കെ ഡ്രൈ ആവുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഡ്രൈ ആയിട്ട് കഴുകാം. പഴുത്ത പപ്പായ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഫേഷ്യലാണ്. അപ്പോൾ ഫേസിന്റെ ഗ്ലോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലൊരു ഗ്ലോവും ബ്രൈറ്റ്നസ് ഒക്കെ തരുന്ന ഒരു ഫേഷ്യലാണ്. അപ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ അലോവേര ജെല്ലൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ ഇത് നിങ്ങൾ നേരത്തെ ഈ ഒരു ഫേഷ്യൽ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടായോ എന്നൊക്കെ ഉള്ളത് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായ മാറ്റം എന്തായാലും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അത് ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് കൂടെ ഹെൽപ്പ് ആവും. ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.